നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ജൂൺ മാസം 9-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, രാജ്യത്തെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയുള്ള കണക്ക് അനുസരിച്ച് 6133 കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടക 2, കേരളം 3, തമിഴ്നാട് 1 എന്നിങ്ങനെയാണ് മരണനിരക്കുകൾ. കോവിഡ് കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. നിലവിൽ 1950 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലും കോവിഡ് കേസുകൾ കൂടുതലാണ്. ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ JN.1 വകഭേദമായ LF7 ആണ് വ്യാപിക്കുന്നത്. ഭയപ്പെടേണ്ട വകഭേദമല്ലെങ്കിലും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഗണത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിന് പിന്നിലും ഈ വകഭേദങ്ങളാണ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യ വകുപ്പും വിശദീകരിക്കുന്നു. എങ്കിലും പ്രായം കൂടിയവർ, നിയന്ത്രണമില്ലാത്ത പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ആസ്മ, അതുപോലെ തന്നെ COPD പോലുള്ള ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. കോവിഡ് വൈറസ് പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല. തീവ്രത കുറഞ്ഞ വകഭേദങ്ങൾ നാട്ടിലൊക്കെയുണ്ട്. ഇടയ്ക്കൊക്കെ അവ തലപൊക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ജലദോഷപ്പനി പോലെ വന്നു പോകാം. നിലവിൽ കാണുന്ന മിക്ക കേസുകളും ലഘുവായി വന്നു പോകുന്നതാണ്. 4-5 ദിവസങ്ങൾക്കുള്ളിൽ ഭേദമാകും. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക. ഇടയ്ക്കിടെ സോപ്പിട്ട് കൈ കഴുകുക. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ വേണ്ടെന്ന് വെക്കുക. കോവിഡ് കേസുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കുക. രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടണം എന്നിവയാണ് അടിസ്ഥാന രോഗപ്രതിരോധ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സ്കൂളുകൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം കൂടി വന്നിരിക്കുകയാണ്. അതായത് സർക്കാർ സ്കൂളുകൾ പൂട്ടുന്നു എന്നുള്ളത് വ്യാജ പ്രചരണമാണെന്നാണ് മന്ത്രി അറിയിക്കുന്നത്. കണ്ണൂരിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും സർക്കാർ അറിയാതെ സ്കൂളുകൾ പൂട്ടാനാവില്ല എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. അതായത് കണ്ണൂരിൽ ഏതാനും സ്കൂളുകൾ പൂട്ടിയതായിട്ടുള്ള വാർത്തകൾ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ഏതെങ്കിലും സ്കൂളുകൾ പൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ 8 എയ്ഡഡ് സ്കൂളുകൾ പൂട്ടിയതിനോടാണ് മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഈ ഒരു സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം കണ്ണൂർ ജില്ലയിൽ മാത്രം അടച്ചുപൂട്ടിയത് 8 പൊതുവിദ്യാലയങ്ങളാണ് എന്നുള്ള വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പൂട്ടുവീണതിൽ 3 വിദ്യാലയങ്ങളും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. 10-ലധികം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനെ തുടർന്നാണ് സ്കൂളുകളെല്ലാം തന്നെ അടച്ചുപൂട്ടിയത്. അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകാത്തതാണ് അടച്ചുപൂട്ടലിന് കാരണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആരോപണം. ഏറ്റവും ഒടുവിലായി കണ്ണൂർ നോർത്ത് സബ് ജില്ലയിൽ ഉൾപ്പെട്ട ഇരുവേരി LP സ്കൂൾ, അതിരകം LP സ്കൂൾ എന്നിവയും അടച്ചുപൂട്ടിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പൂട്ടുവീണതൊക്കെയും എയ്ഡഡ് സ്കൂളുകൾക്കാണ്. 10ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എന്നുള്ള വാർത്തകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ഈ ഒരു ജൂൺ മാസം 9-ാം തീയതി അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയുള്ള 52 ദിവസം ട്രോൾ നിരോധനം ഏർപ്പെടുത്തിയതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന സമയത്ത് വിഴിഞ്ഞം, വൈപ്പിൻ, ബേപ്പൂർ എന്നീ ഫിഷറി സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 3 മറൈൻ ആംബുലൻസുകളും പ്രവർത്തിക്കും. രക്ഷാപ്രവർത്തനങ്ങൾക്കും പെട്രോളിങ്ങിനുമായി 9 തീരദേശ ജില്ലകളിലായി 19 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുക്കും. കഴിഞ്ഞ വർഷം നിരോധനം നടപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ കൂടുതൽ കാര്യക്ഷമമായി ഈ ഒരു വർഷം നടപ്പിലാക്കുമെന്നും ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.